കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ വന്ദനം പറയുന്നു. നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ദൈവം നമ്മളെ ഒരുമിച്ച് ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നീൽ ആംസ്ട്രോങ് എന്ന ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി, അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ ചുവടുവയ്പ് അല്ലെങ്കിൽ കാൽ വയ്പ്പാണ്, എന്നാൽ മനുഷ്യവർഗത്തെ സംബന്ധിച്ച് അതൊരു വലിയ എടുത്തുചാട്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും യൂറോപ്പിലേക്ക് ചെന്നത് ഒരു ചെറിയ കാര്യമായിട്ടാണ് അന്ന് ആളുകൾ വിചാരിച്ചതെങ്കിലും യൂറോപ്പിൻ്റെ ചരിത്രത്തെ അല്ല, ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ സമൂലമായി സ്വാധീനിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണ് അത്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവിക പ്രവർത്തനങ്ങളെ മനുഷ്യർ, ലോകം അത് പൊതുവെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ കാലം അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയ കാര്യമാണ് എന്ന് തെളിയിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ശരി, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അപ്പോസ്തല പ്രവർത്തികൾ 16-ാമത്തെ അധ്യായത്തിലേക്ക് അതിൻ്റെ 10 മുതൽ യഥാർത്ഥത്തിൽ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇത് അപ്പോസ്തല പ്രവർത്തികൾ ലൂക്കോസ് പൗലോസിൻ്റെ 2ാം മിഷണറി യാത്ര വിവരിക്കുന്ന ആ ഒരു രംഗമാണ്. അവിടെ ഇങ്ങനെയാണ് ലൂക്കോസ് പറയുന്നത്: അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രയിലേക്കും പിറ്റേന്നാൾ നവപ്പൂലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോന്യരുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ പല ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. യൂറോപ്പിലെ ആദ്യ വിശ്വാസികൾ എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം. യൂറോപ്പിലെ ആദ്യ വിശ്വാസികൾ, ദ ഫസ്റ്റ് ബിലീവേഴ്സ് ഇൻ യൂറോപ്പ്. 2 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള, 2 ധ്രുവങ്ങളിലുള്ള 2 സ്ത്രീകളാണ് ആദ്യമായിട്ട് കർത്താവിനെ അറിയുവാൻ യൂറോപ്പിൽ
ഇവിടെ വന്ന ആളുകൾ അവരാണ്. 2 ലേഡീസ് വിത്ത് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യമുള്ള 2 സഹോദരിമാരാണ് സുവിശേഷം സ്വീകരിക്കാനായിട്ട് മനസ്സ് വെച്ചത്. പലപ്പോഴും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരിൽ ഭൂരിഭാഗം പലപ്പോഴും സ്ത്രീകളാണ്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? പ്രാർത്ഥനാ യോഗങ്ങൾക്ക് ഒക്കെ ചെന്നാൽ കൂടുതൽ ആളുകൾ ആരാ? പലപ്പോഴും സ്ത്രീകളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ബലഹീനരാണ്, പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നവരാണ്, സഹായം ഇല്ലാത്തവരാണ്. കർത്താവിന് ആവശ്യമുള്ള ആളുകൾ ബലഹീനന്മാരായിട്ടുള്ള ആളുകളാണ് കേട്ടോ. സമ്പന്നന്മാർക്കും സ്വാധീനമുള്ളവർക്കും കർത്താവിന് എന്താ ആവശ്യം? ചില ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റിലിജിയൻ ഈസ് ആക്ച്വലി എ ക്രച്ച് ഫോർ ദ വീക്ക്. ബലഹീനരായിരിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു ക്രച്ചാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ചിലർ പരിഹസിച്ച് പറയാറുണ്ട്. എന്നാൽ ഒരർത്ഥത്തിൽ പറയുമ്പോൾ പറയാം, ക്രച്ചല്ല, ഇറ്റ് ഇസ് ആക്ച്വലി ദ ഷെൽട്ടർ. ബലഹീനരായിരിക്കുന്ന മനുഷ്യർക്ക് ഉള്ള ആശ്രയം, സങ്കേതം, അത്താണി, അതാണ് കർത്താവ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ബലഹീനന്മാരോട് കരുണ ചെയ്യുന്ന ദൈവം. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ 11ാമത്തെ വാക്യത്തിൽ ഇവിടെ ലൂക്കോസ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അങ്ങനെ ഞങ്ങൾ എന്ന പ്രസ്താവനയോടുകൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ഈ ഭാഗത്ത് വി സെക്ഷൻ ഓഫ് ദ ബുക്ക് ഓഫ് ആക്ട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് ഈ മിഷണറി പ്രവർത്തനത്തിന്, മിഷണറി യാത്രയുടെ ഭാഗമായി തീർന്ന ആ സ്ഥലത്തെയാണ്, അല്ലെങ്കിൽ ആ അവസരങ്ങളെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങൾക്കൊക്കെ ലൂക്കോസ് ഒരു ദൃക്സാക്ഷിയാണ്. പൗലോസിനോട് ചേർന്ന് യാത്ര ചെയ്യാനായിട്ട് ലൂക്കോസ് ഈ അവസരത്തിലുണ്ട്. ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപക്ഷെ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ ഒരു നിലയായിരുന്നിരിക്കാം ലൂക്കോസിനുള്ളത്. അവിടുത്തെ ഒരു പ്രസിദ്ധനായിരിക്കുന്ന മെഡിക്കൽ ഡോക്ടറായിരുന്നിരിക്കാം. അപ്പോൾ അവിടെ വന്ന് പൗലോസ് അവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവർ സംഘത്തിൽ ചേർന്നതാകാം. അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ലൂക്ക് ഈസ് വിത്ത് ദം. അപ്പസ്തലനായ അല്ലെങ്കിൽ എഴുത്തുകാരനായ സുവിശേഷകനായ ലൂക്കോസ് അവരുടെ ടീമിൻ്റെ ഭാഗമാണ്. അവിടെ ലൂക്കോസ് ഉണ്ട്, പൗലോസ് ഉണ്ട്, പിന്നീട് ശീലാസ് ഉണ്ട്, പിന്നീട് തിമോത്തിയോസ് ഉണ്ട്. അങ്ങനെ 4 ആളുകൾ ഉൾപ്പെടുന്ന ഒരു ടീമായിട്ടാണ് ഇപ്പോൾ അവർ യാത്ര ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രയിലേക്കും പിറ്റേന്നാൾ നവപ്പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. അവിടെ ത്രോവാസ് എന്ന് പറയുന്നത് ഏജിയൻ കടലിൽ അതിലുള്ള ഒരു തുറമുഖ പട്ടണമാണ് ത്രോവാസ് എന്ന് പറയുന്നത്. ത്രോവാസിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് ടർക്കിയിലുള്ള ഒരു തുറമുഖ പട്ടണമാണ്. അവിടെ നിന്ന് ഒരു 160 മൈല് ദൂരം സഞ്ചരിച്ചാൽ യൂറോപ്പിലേക്ക് ചെല്ലാം. നവപ്പോലി, നിയാപോലീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് കപ്പൽ മാർഗം ഒരു 160 മൈല് എന്ന് പറഞ്ഞാൽ ഏകദേശം 300 അല്ലേ, ഏകദേശം 250 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവർക്ക് ഈ നവപ്പോലി, നിയാപോലിസ് എന്ന് പറയുന്ന യൂറോപ്പിലെ തുറമുഖ പട്ടണത്തിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 3-4 ദിവസത്തെ യാത്ര ആവശ്യമായിരിക്കുന്ന ഒരു കപ്പൽ യാത്രയാണ് ഇത്. അപ്പോൾ ഇവർ ആദ്യമേ ത്രോവാസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് അവിടെ നിന്ന് പോകുമ്പോൾ സമോത്ര എന്ന് പറയുന്ന ഒരു ദ്വീപ്, അതിൻ്റെ വഴിക്കുള്ളൊരു ചെറിയ ദ്വീപാണ്. അവിടെ ഒരുപാടെന്ന് പറഞ്ഞാൽ ശരിയല്ല, വിഗ്രഹാരാധികളായിരിക്കുന്ന ആളുകൾ താമസിച്ചിരുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ തങ്ങാനായിട്ട് അവർ തീരുമാനിച്ചില്ല. അതിൻ്റെ മറപറ്റി അവർ നിയാപോലിസ്, നവപ്പോലി എന്ന് പറയുന്ന യൂറോപ്യൻ പട്ടണത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു
3 ദിവസത്തെ യാത്രയാണ്. കാറ്റ് അനുകൂലമായതുകൊണ്ട് 2 ദിവസമേ അവർ എടുത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് അവർ സമോത്രയിലെത്തി. പിറ്റേന്നാൾ അവർ നിയാപോലിസിലെത്തി. ഇനിയും പൗലോസ് ഈ നിയാപോലിസിൽ നിന്ന് മടങ്ങി ചില വർഷങ്ങൾക്ക് ശേഷം ത്രോവാസിലേക്ക് വരുന്നുണ്ട്. അന്ന് 5 ദിവസം എടുത്തിട്ടോ. അവിടെ അന്നത്തെ യാത്രയുടെ ക്രമീകരണം എന്ന് പറയുന്നത് കാറ്റ് അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും, കാറ്റ് പ്രതികൂലമാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയാണ്. പ്ലെയിൻ യാത്രയിൽ വ്യത്യാസമുണ്ടല്ലേ. ടെയിൽ വിൻഡ് എന്ന് പൈലറ്റ് പറയും. ദ ടെയിൽ വിൻഡ് ഈസ് ഫേവറബിൾ ടു അസ്, സോ വി വിൽ റീച്ച് ന്യൂയോർക്ക് ആക്ച്വലി ആൻ അവർ ബിഫോർ എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെയിൽ വിൻഡ് അല്ല, കാറ്റ് അനുകൂലമായതുകൊണ്ട് അവർ 2 ദിവസം യാത്ര ചെയ്തപ്പോൾ നിയാപോലീസിലെത്തി. നിയാപോലീസ് അല്ലെങ്കിൽ നവപ്പോലി എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 10 മൈൽ ഉള്ളിലാണ് ഈ ഫിലിപ്പിയ എന്ന് പറയുന്നതായിരിക്കുന്ന നഗരം. വിയ ഇഗ്നേഷ്യ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു റോമ റോഡ് നവപ്പോലിയിൽ നിന്ന് അങ്ങ് ഏഡ്രിയൻ കടൽ വരെ ദീർഘമായി നിൽക്കുന്ന ഒരു റോഡാണത്. അപ്പോൾ അതിൽ കൂടെയാണ് അവർ യാത്ര ചെയ്തത്. അവർ ഏകദേശം 1 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ നമ്മളുടെ ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. ഫിലിപ്പിയയിൽ എത്തി. അപ്പോൾ 3 ദിവസം എടുത്തു. 3 ദിവസം കൊണ്ട് അവർ ഫിലിപ്പിയയിൽ വന്നു. അപ്പോൾ ഈ ഫിലിപ്പി എന്ന് പറയുന്നതായിരിക്കുന്ന ആ പട്ടണം, അതിൻ്റെ പേര് കിട്ടിയത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരുന്ന ഫിലിപ്പ് ഓഫ് മാസിഡോണിയയിലെ ഫിലിപ്പ് ചക്രവർത്തിയുടെ പേരിലാണ് ഈ നഗരത്തിന് ഫിലിപ്പിയ എന്നുള്ളതായിരിക്കുന്ന പേര് കിട്ടിയത്. അതിനുശേഷം വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു യുദ്ധം ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. BC 42 ബ്രൂട്ടസ് എന്ന് പറയുന്ന ആളും കാസിയസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആളും അവരാണല്ലോ ജൂലിയസ് സീസറിനെ കൊന്നത് ബ്രൂട്ടസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനുശേഷം ഇവർ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ആളിനോടും ഒക്ടേവിയൻ എന്ന് പറയുന്ന ആളിനോടും യുദ്ധമായി. അപ്പോൾ അതിൽ മാർക്ക് ആൻ്റണി ബ്രൂട്ടസിനെതിരായിട്ട് നിന്നയാളാണ് നമുക്കറിയാം. അവിടെ മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനും കൂടെ ബ്രൂട്ടസിനെയും കാസിയസിനെയും പരാജയപ്പെടുത്തി. അപ്പോൾ അത് ഫിലിപ്പിയെ സംബന്ധിച്ച് പ്രസിദ്ധമായിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുശേഷം യഥാർത്ഥത്തിൽ മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനുമായിട്ട് പിണങ്ങി. ഒക്ടേവിയന് മാർക്ക് ആൻ്റണിയെയും തൻ്റെ ഭാര്യയായിരുന്ന ക്ലിയോപാട്ര അവരെ തോൽപ്പിച്ചു. ആ ഒക്ടേവിയനാണ് പിന്നീട് ഓഗസ്റ്റോസ് കൈസർ എന്ന പേരിൽ ചക്രവർത്തിയായിട്ട് അറിയപ്പെടുന്നത്. ആ ചക്രവർത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് റോമ ചക്രവർത്തിയായിരുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഇത്ര പ്രസിദ്ധമായിരിക്കുന്ന റോമ യുദ്ധം ആ സ്ഥലത്ത് നടന്നതുകൊണ്ട് അവിടെ പല പടയാളികളും അവർ വിശ്രമ സ്ഥലമായിട്ട് അതിനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഫിലിപ്പിയിലുള്ളതായിരിക്കുന്ന ഈ ആളുകൾ പൗരന്മാർ യഥാർത്ഥത്തിൽ റോമ പൗരന്മാരാണ്. അപ്പം ഇത് ഒരു പ്രത്യേക പരിഗണന ഫിലിപ്പിയിലുള്ള ആളുകൾക്ക് നൽകി. അവിടെ ഇഫ് യു ആർ എ സിറ്റിസൺ ഓഫ് ഫിലിപ്പായി യു ആർ ആക്ച്വലി എ റോമൻ സിറ്റിസൺ, റോമ പൗരനാണ്. അപ്പം അത് വലിയ പ്രസിദ്ധമായൊരു കാര്യമായിട്ട് അവർ വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ റോമ പൗരന്മാരാണ്, ഫിലിപ്പിയിലെ പൗരത്വം എന്ന് പറഞ്ഞാൽ റോമ പൗരത്വമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ബഹുമാന്യമായ ഒരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കിയത്. അതുകൊണ്ടാണ് അപ്പസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ ഉള്ള ആളുകൾക്ക് തൻ്റെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? അതിനെക്കുറിച്ച് ഒരുപാട് പൊങ്ങച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞില്ല, എന്നാലെന്ന് പറഞ്ഞു നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ശരിയെന്നോ? നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്ന യഥാർത്ഥമായിരിക്കുന്ന പൗരത്വം ഫിലിപ്പിയിലെ റോമ പൗരത്വം കിട്ടതല്ല, യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ പൗരത്വമാണ് എന്ന് പൗലോസ് പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോഴവർ ഫിലിപ്പിയിലെത്തി. അതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് ആ പ്രദേശത്തെ മക്കദോനിയ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമായ സ്ഥലമാണ് ഈ ഫിലിപ്പിയ എന്ന് പറയുന്ന ആ നഗരം. അപ്പോൾ അവിടെ അവർ ചെന്നപ്പോൾ അവനെക്കുറിച്ച് തുടർന്ന് ലൂക്കോസ് പറയുന്നത് ഞങ്ങൾ ആ പട്ടണത്തിൽ ചില ദിവസം പാർത്തു. അതിനെക്കുറിച്ച് എസ് ലൂയിസ് ജോൺസൺ എന്ന് പറയുന്ന പ്രസംഗകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ച ഇതിനേക്കാളും സുപ്രധാനമായിരിക്കുന്ന ഒക്ടേവിയൻ്റെ യുദ്ധമൊക്കെ അവിടെ കിടക്കട്ടെ, അതിനേക്കാളും ഒക്കെ യൂറോപ്പിനെ സ്വാധീനിച്ചതായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്
ഈ അപ്രശസ്തരായിരിക്കുന്ന 4 ദൈവദാസന്മാർ ഫിലിപ്പിയിൽ വന്നതാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫിലിപ്പായി. ഫിലിപ്പായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ കാര്യം, ഇനി തലമുറകൾ ഓർക്കാൻ പോകുന്ന കാര്യം, ഞാനിപ്പോൾ പറഞ്ഞപ്പോഴേ ഒക്ടോവിയൻ എന്ന് പറഞ്ഞ ആൾ അവിടെ വന്നതായിരുന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾ കേട്ടത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? എന്നാൽ അപ്പസ്തലനായ പൗലോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഫിലിപ്പിയിൽ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പം ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവർ അപ്പസ്തലനായ പൗലോസും കൂടെയുള്ള ആളുകളും ഫിലിപ്പിയിലേക്ക് വരാനുള്ള കാരണം, അവർ ആസിയയിലെ സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവരെ വിലക്കി. അതുകൊണ്ടാണ് ആസിയയിലേക്ക് പോകാഞ്ഞത്, എഫേസോസിലേക്ക് പോകാഞ്ഞത് കൊണ്ടാണ്. ബിഥുന്യയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഒക്കെ തീരുമാനിച്ചപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബിഥുന്യയിലേക്ക് പോകണ്ട എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് ബിഥുന്യക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കദോന്യയിൽ നിന്ന് രാത്രിയിൽ തനിക്കൊരു ദർശനമുണ്ടായി. മക്കദോന്യയിൽ നിന്ന് ഒരു മനുഷ്യൻ രാത്രി ദർശനത്തിൽ ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചു. അപ്പം അങ്ങനെയാണ് അവർ മക്കദോന്യയുടെ പ്രധാന പഠനമായിരിക്കുന്ന ഫിലിപ്പിയിലേക്ക് വരുന്നത്. അപ്പം ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ചത് അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ടാണ് പൗലോസും തൻ്റെ കൂടെയുള്ള ആളുകളും ഫിലിപ്പിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് അഗൈൻ എസ് ലൂയിസ് ജോൺസന്റെ പ്രസ്താവനയാണ്. ഇത്രയും ദൈവഹിതപ്രകാരമുള്ള ഒരു സംരംഭത്തിനായിട്ട് പൗലോസും തൻ്റെ കൂടെയുള്ള ആളുകളും അവിടെ വന്നപ്പോഴേ ഒരു കൊട്ടും കുരവിയും അല്ലേ, ഒരു വലിയ ജനാവലിയുടെ സ്വീകരണമൊക്കെ അവർക്ക് ആവശ്യമില്ലേ? ഈ ഫിലിപ്പിയ നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ സംഭവമാണിത്. അപ്പം അതിനെ മനസ്സിലാക്കി അവരെ സ്വീകരിക്കാനായിട്ട് ഒരു വലിയ ജനസമൂഹം, അതിനുവേണ്ടിയുള്ളതായിരിക്കും ഒരു ആരവാരം, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ ക്വയറ്റ് അറൈവൽ ഇൻ ഫിലിപ്പായി. ഫിലിപ്പിയിൽ വളരെ രഹസ്യമായി, ആരും ശ്രദ്ധിക്കാതെ ആണ് അവർ വന്നു ചേർന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാനൊരു പ്രമാണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവഹിതത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് ആഘോഷപരമായ സുഗമമായിരിക്കുന്ന ഒരു പരിപാടിയല്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടപ്രകാരമാണ്, അതുകൊണ്ട് എനിക്ക് കയ്യടി കിട്ടും, എല്ലാവരും എന്നെ സ്വീകരിക്കും, എൻ്റെ ജീവിതം ഇനിയും സുഗമമാകും, എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരികയില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. The implementation of the will of God is not an easy way. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നിർവഹണം സുഗമമായിരിക്കുന്ന ഒരു പരിപാടി അല്ല. ദൈവഹിതത്തിൻ്റെ നിർവഹണം എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ്. അത് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിലേക്ക് തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് ചെയ്യുന്ന ഒരു പോരാട്ടമാണ് ദൈവഹിതത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിർവഹണത്തിനായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ലോകത്തിൽ കുറവാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമാണ്, എന്നെ അയച്ചത് ദൈവമാണ് എന്ന് ഉറപ്പുള്ള പൗലോസും കൂടെയുള്ള ആളുകളും ദൈവത്തിന് സമയത്തിനും ദൈവത്തിന് നടത്തിപ്പിനുമായി ആ നഗരത്തിൽ കാത്തിരിക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് കയ്യടിയില്ല, ആരവാരങ്ങളില്ല, ആഘോഷമില്ല, സ്വീകരണമില്ല. എന്നാൽ ദൈവമാണ് വിളിച്ചത്, ദൈവത്തിന് ഇഷ്ടത്തിന് നിർവഹണമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ തന്നെ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തന്നെ അവർ മനസ്സ് വയ്ക്കുകയാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന വിളി, ദൈവം തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് ദൈവം തന്നതായിരിക്കുന്ന ദർശനം, ഇതൊന്നും നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. അതൊരിക്കലും വിട്ടുകളയരുത്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന് ഇഷ്ടം സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരും എന്ന് ഉറപ്പിച്ച് കർത്താവിന് പിന്നാലെ പോകുവാൻ തന്നെയാണ് വിശ്വാസികളോട് ദൈവം ആവശ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഗോഡ് വാണ്ട്സ് അവർ ലൈഫ്സ് ടു ബി. അവിടെ ദൈവത്തെ വെറുക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സ് വയ്ക്കുന്ന മനുഷ്യർക്ക് കയ്യടി കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ജീവിതം സുഗമമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്.
പരിഹാസവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നിവൃത്തിയിൽ ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വിട്ടുകളയരുത്, നിരാശപ്പെട്ടു പോകരുത്, ദൈവത്തിൽ ആശ്രയിക്കുവാൻ മനസ്സ് വയ്ക്കണം എന്ന കാര്യമാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനോട് ചേർത്ത് മറുവശമായിട്ട് അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് അത് അപ്രസക്തവും പ്രയോജനരഹിതവും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുവാൻ ആവശ്യമില്ലാത്തതുമായ കാര്യമാണ് എന്ന് ആളുകൾ വിചാരിച്ചെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതെത്ര ശ്രേഷ്ഠമായ ഒരു സംരംഭമായിരുന്നു എന്നുള്ളത് തെളിയിക്കും എന്ന് ഈ ഭാഗത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന ഫിലിപ്പിയിൽ അന്നുണ്ടായിരുന്ന ആളുകൾ ആരെയും നമുക്കറിയാം. ആരെയറിയാം? 1-ാം നൂറ്റാണ്ടിലെ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്ന പ്രമുഖന്മാരായിരിക്കുന്ന ആളുകൾ, അവിടുത്തെ റോമാ പൗരന്മാർ, ആ റോമാ നഗരത്തിൻ്റെ തലവന്മാർ ആരാ? ആർക്കറിയാം? അവിടെ അറിയാവുന്ന ചില മനുഷ്യരുണ്ട് കേട്ടോ. അവരാരാന്ന് ചോദിച്ചാൽ, സുവിശേഷം കേട്ട് കർത്താവിലേക്ക് തിരിയുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ മനസ്സ് വെച്ച ചില എളിയ മനുഷ്യർ, അവർ ചരിത്രത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർത്ത, ദൈവത്തിൻ്റെ പരിപാടിയിൽ ഉൾപ്പെട്ട, അതിന് ഭാഗ്യം ലഭിച്ച ആളുകളാണ്. ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി അല്ലേ. പിന്നെ പിശാച് ബാധിച്ച ആ സഹോദരൻ്റെ പേര് നമുക്കറിയില്ല. Some very insignificant people, but they are very significant in the history of God. ദൈവത്തിൻ്റെ പരിപാടിയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ഒരർത്ഥത്തിൽ പറയുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടും. ആ പ്രാധാന്യം നമുക്കുണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അതുകൊണ്ട് വർത്തമാനകാലത്ത് കയ്യടി കിട്ടിയില്ല എന്നുള്ള കാര്യം ശരിയായിട്ടോ. പക്ഷേ പിടിച്ചു നിന്നാൽ, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ, ലാസ്റ്റ് ലാഫ് ബിലോങ്സ് ടു അസ് അല്ലേ. അവസാനത്തെ ചിരി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്നെ ഒരുക്കിയിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന മനുഷ്യൻ പരാജയപ്പെടുകയില്ല, ആത്യന്തികമായി പരാജയപ്പെടുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് തന്നെയല്ലയോ നമ്മുടെ സുവിശേഷകനായിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞത്? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതത്ര വാസ്തവമായിരിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ് വാസ് എ വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് എൻട്രൻസ് ഇൻ ടു ദ സിറ്റി ഓഫ് ഫിലിപ്പായി. ഫിലിപ്പായിലേക്കുള്ള അവരുടെ പ്രവേശനം വളരെ വളരെ അപ്രസക്തമെന്ന് തോന്നുന്ന ഒരു നിലയിലാണ് അവർ പ്രവേശിച്ചത്. എന്നിട്ട് അവർ ഒരാഴ്ച ആയിരിക്കാം അവിടെ എന്തൊക്കെ ചെയ്തു നമുക്കറിയത്തില്ല. ഏതായാലും കർത്താവെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പ്രാർത്ഥിച്ച് അവരങ്ങനെ ഇരിക്കുമ്പോൾ, ശബത്ത് നാളിൽ അവർ സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ശബത്തിൽ അവിടെ ഒരു സിനഗോഗ് ഉണ്ട് എങ്കിൽ അവിടെ ചെല്ലുക, അവിടെയുള്ള യഹൂദന്മാരുടെ മധ്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് അവിടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് ഒരു സിനഗോഗ് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവർ അതിനുവേണ്ടി അന്വേഷിച്ചു. പറഞ്ഞു, ശബത്ത് നാൾ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. ഗോപുരം എന്ന് പറയുന്നത് സിറ്റി, അവിടെ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ്. അപ്പോൾ അവനകത്തൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ സിനഗോഗൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വെളിയിലെങ്ങാനും ഇനി സിനഗോഗുണ്ടോ എന്ന് വിചാരിച്ച് അന്വേഷിച്ച് അവർ പുറത്തേക്ക് പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ സിനഗോഗൊന്നുമില്ല കേട്ടോ, സിനഗോഗൊന്നുമില്ല. എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടി വരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ പുഴവക്കത്ത് അവരെ പ്രാർത്ഥിക്കാനായിട്ട് കൂടി വന്നത് അപ്പസ്തലനായ പൗലോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ആളുകൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു സിനഗോഗ് ഉണ്ടാകണമെങ്കിൽ 10 പുരുഷന്മാരുണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു സിനഗോഗ് സ്ഥാപിക്കാൻ പറ്റൂ. എത്ര സ്ത്രീകളുണ്ടെങ്കിലും പറ്റൂല. 10 പുരുഷന്മാരുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനഗോഗ് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആ നഗരത്തിൽ 10 യഹൂദന്മാരുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്കൊരു സിനഗോഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നതായിരിക്കുന്ന സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിന് പ്രത്യേകിച്ച് സ്ഥലവും സംവിധാനവും സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് പുഴവക്കത്ത് ആ പുഴയുടെ ആ വെള്ളവും ഇതൊക്കെ കണ്ട് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അവരവിടെ വന്നിരിക്കുകയാണ്. അപ്പം
അതിൽ അവിടെയുള്ള ആളുകളോട് അപ്പസ്തലനായ പൗലോസ് സംസാരിച്ചു. അപ്പം അവിടെ ഉള്ള ഒരു സ്ത്രീയെ, അവൾ തുയത്തൈര പട്ടണക്കാരിയാണ്. എന്ന് പറഞ്ഞാൽ ആസിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളതാണ്. തുയത്തൈര വഴി ഞങ്ങൾ പോയിട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം ടർക്കിയിൽ പോയപ്പോഴേ ഞങ്ങളത് ആ പട്ടണം വഴിയാണ് ഡ്രൈവ് ചെയ്ത് പോയത്. തുയത്തൈര വഴിയാണ്. അപ്പോൾ തുയത്തൈര എന്ന് പറഞ്ഞാൽ ആസിയയിലെ ഒരു പട്ടണം. അപ്പോൾ ആസിയയിൽ സുവിശേഷം പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞ് പൗലോസിനെ ഫിലിപ്പിയിലേക്ക് അയച്ച ദൈവം ഫിലിപ്പിയിൽ സുവിശേഷം കേൾക്കാനായിട്ട് ആസിയയിൽ നിന്നുള്ളൊരു സഹോദരിയാണ് ഒരുക്കിയത്. ഷീസ് ഫ്രം തുയത്തൈര. അവളെക്കുറിച്ച് പറഞ്ഞത് രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ഒരു സ്ത്രീ. അപ്പം ഷീസ് എ റിച്ച് വുമൺ. അവൾ കാശുള്ള ഒരു ബിസിനസ്സുകാരിയായിരിക്കുന്ന ഒരാളാണ്. ഈ പർപ്പിൾ ഡൈ എന്ന് പറയുന്ന രക്താംബരം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ വിൽപ്പന എന്ന് പറയുന്ന ഒരു നല്ല ബിസിനസ്സാണ്. രക്താംബരത്തിന് പലതരത്തിലുള്ള രക്താംബരമുണ്ട് എന്ന് എഫ് ബ്രൂസ് തൻ്റെ കമൻ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയിലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ രക്താംബരം അവിടെ തുയത്തൈര എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിൽ വളർന്ന ഒരു മരത്തിൻ്റെ തുകൽ എടുത്ത് അതിൽ നിന്നെടുത്താൽ നല്ല ചുവപ്പ് നിറമുള്ള ഡൈ, വസ്ത്രങ്ങൾക്ക് നിറം പകർത്താൻ കഴിയുന്ന ഡൈ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഒരു രീതിയാണ്. എന്നാൽ രക്താംബരം എന്ന് പറയുന്ന കാര്യം വിലയേറിയ ഒരു പരിപാടിയുണ്ട് കേട്ടോ. അതൊരു മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം. അപ്പം അതിന് ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നു പണക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ധരിച്ചിരുന്നത് ഈ വളരെ അപൂർവമായി ലഭിക്കുന്ന ആ രക്താംബരമാണ്. എന്നാൽ സാധാരണക്കാർക്ക് ഉള്ള രക്താംബരവും ഉണ്ടായിരുന്നു എന്ന് എഫ് ബ്രൂസ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും ഇവർ ഒരു ബിസിനസ്സുകാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഏതായാലും ശരി, അവർക്ക് മക്കളുണ്ട്. പറഞ്ഞത് ഒരു സ്ത്രീക്ക് 3 മക്കൾ, സ്വതന്ത്ര സ്ത്രീയാണ് എങ്കിൽ 3 മക്കൾ, അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു സ്ത്രീയാണെങ്കിൽ 4 മക്കളുണ്ടെങ്കിലേ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എഫ് ബ്രൂസ് അതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ശരി, ഇവർ കുടുംബസ്ഥയായ സമ്പന്നയായ കഴിവുള്ള ഒരു സഹോദരിയാണ്. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ലഭിച്ച വെളിച്ചമനുസരിച്ച് ഇവരൊരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ് എന്ന് നമുക്കറിയാം. ദൈവഭക്തയായ ഒരു സ്ത്രീ എന്നാണ് അവരെ വിളിക്കുന്നത്. ഗോഡ് ഫിയറർ എന്ന് പറയുന്നത് യഹൂദന്മാരെക്കുറിച്ച് വിവരിക്കാനായിട്ടല്ല ആ വാക്ക് ഉപയോഗിക്കാറ്. പിന്നെയോ യഹൂദന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും അതിൽ ആകൃഷ്ടരായി ജാതികളിൽ നിന്ന്, എന്നാൽ പരിച്ഛേദന അങ്ങനെ പൂർണ്ണമായിട്ടും യഹൂദന്മാരായിട്ടില്ല, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഗോഡ് ഫിയറേഴ്സ്, ദൈവഭക്തരായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ കൊർന്നെല്യോസ് എന്ന് പറയുന്ന ആൾ. അങ്ങനെയുള്ളൊരു ആളായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഈ ലുദിയ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ത്രീ. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാം. അറിഞ്ഞ സത്യം അംഗീകരിക്കാനായിട്ട് മനസ്സുള്ള, ലഭിച്ച വെളിച്ചത്തോട് വിശ്വസ്തത പുലർത്തിയ, ദൈവം കൊടുക്കുന്ന വെളിച്ചമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ മനസ്സുള്ള ഒരു നല്ല സഹോദരിയാണ് ഈ ലുദിയ എന്ന് പറയുന്നതായിരിക്കുന്ന സഹോദരി. അവർ യഹൂദന്മാരുടെ രീതികളും പരിപാടികളും വിശ്വാസവും ഒക്കെ അന്വേഷിച്ചപ്പോൾ അവർ വിചാരിച്ചിരുന്ന ജാതീയ വിശ്വാസത്തിൽ നിന്നൊക്കെ അത് ശ്രേഷ്ഠമായ വിശ്വാസമാണ്, അതാണ് സത്യം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമായി. അവരവരുടെ ആ ജാതീയ പശ്ചാത്തലം ഉപേക്ഷിച്ച് യഹൂദ വിശ്വാസവും യഹൂദന്മാരുടെ ദൈവത്തെയും സ്വീകരിച്ച് ദൈവഭക്തിയായിട്ട് ജീവിച്ച ഒരാളാണ്. എന്നിട്ട് പറഞ്ഞു, പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നാം സുവിശേഷം പറയുമ്പോൾ സുവിശേഷം വിശ്വസിക്കാനായിട്ട് ദൈവം ഒരുക്കിയ മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കും എന്നുള്ളതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. God opens the hearts of people to listen to the gospel when we preach the gospel. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ധൈര്യം എന്താ? എനിക്ക് നന്നായിട്ട് സുവിശേഷം പറയാൻ അറിയാവുന്നയാളാണ്. നന്നായിട്ട് സുവിശേഷം പറയാൻ അറിയണം കേട്ടോ, അതിൽ നമുക്കൊരു കുഴപ്പമില്ല. എനിക്ക് നല്ല വാക്ചാതുര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ആൾക്കാരെല്ലാം അത് സ്വീകരിക്കും. നന്നായി വാക്ചാതുര്യത്തോടെ സുവിശേഷം പറയുന്നത് എപ്പോഴും വളരെ നല്ല കാര്യമാണെങ്കിലും ദൈവം ഹൃദയങ്ങളെ തുറക്കാതെ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല.
അപ്പോൾ അതുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പ്രാർത്ഥനാപൂർവം ദൈവം പ്രവർത്തിക്കാനായിട്ട് അവസരങ്ങൾ, ആ നിലയിലുള്ള ധൈര്യമാണ് നമുക്കുള്ളത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് ദൈവത്തിൻ്റെ പരിപാടി അനുസരിച്ച്, ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ദൈവം നമ്മളെ അയക്കും. അവർ സുവിശേഷം വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധൈര്യം. അർമീനിയൻസ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ സഹോദരന്മാർക്ക് ഇഷ്ടമായിരിക്കും അർമീനിയൻസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോഴല്ലേ. അപ്പം ഞാൻ പറയാം, അവർ പറയും നമ്മളുടെ വാക്ചാതുര്യം കൊണ്ടും സ്വാധീനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ് ആളുകളെ രക്ഷിക്കുന്നത് എന്ന്. അങ്ങനെ അങ്ങ് പറയത്തില്ലായിരിക്കും, എങ്കിലും അതാണ് അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ദൈവം ഹൃദയങ്ങളെ തുറക്കും, സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ദൈവം മനുഷ്യരെ ഒരുക്കും എന്നുള്ള ധൈര്യമാണ് ദൈവത്തിൻ്റെ ജനത്തിനുള്ളത്. ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളെ സുവിശേഷം സ്വീകരിക്കാനായിട്ട് തുറക്കും. എല്ലാ മനുഷ്യരുടെയും ഹൃദയം തുറങ്ങൂല കേട്ടോ. ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ദൈവം അത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ നമ്മളുടെ മധ്യത്തിൽ സുവിശേഷം വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചാൽ സുവിശേഷ പ്രസംഗം ഫലവത്താണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ സുവിശേഷം സ്വീകരിക്കുവാൻ കഴിയും വിധം ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കും എന്നതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയാനായിട്ട് മടിക്കരുത് കേട്ടോ. സുവിശേഷം പറയാനായിട്ട് ധൈര്യപ്പെടണം. ആളുകൾ പലരും സ്വീകരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തെ തുറന്ന് സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ മുഖാന്തരമായി തീരും. നിങ്ങൾ സുവിശേഷം പറയുവാനായിട്ട് മനസ്സ് വെച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ സുവിശേഷം വിശ്വസിക്കും എന്ന കാര്യമാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദൈവം ഹൃദയങ്ങളെ തുറക്കും അല്ലേ. നമ്മൾ സുവിശേഷം വിശ്വസിച്ച ആളുകൾ അവരുടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ പൊന്നേ, എനിക്കിത് പറഞ്ഞിട്ടൊന്നും ഒരു പിടി കിട്ടിയില്ല, പെട്ടെന്നൊരു വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചതുപോലെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ ഉള്ളൊരു പ്രത്യേകമായ കഴിവ് എനിക്കുണ്ടായി. അത് ദൈവം തന്നതായിരിക്കുന്ന കഴിവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സുവിശേഷം നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത്. ദ റീജനറേറ്റിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ us to believe the gospel. ദൈവത്തിന് സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉപയോഗിച്ച് ജീവൻ പകർന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ റീജനറേഷനും ഫെയ്ത്തും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ ഒരു പ്രസ്താവന, ലളിതമായ രീതിയിലുള്ള പ്രസ്താവന മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ ആ സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ മനുഷ്യരുണ്ട്, അവർ വിശ്വസിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായി സുവിശേഷം പറയാം. സുവിശേഷം വിശ്വസിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഫലവത്താണ്. അതുകൊണ്ട് സുവിശേഷം പറയാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടാകണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സഹോദരി നല്ല ഒരു ഇറ്റ്സ് എ നോർമൽ കൈൻഡ് ഓഫ് എ റിസപ്ഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷം സ്വീകരിക്കുന്നതിൻ്റെ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു നോർമൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഉദാഹരണമാണ് ലുദിയ എന്ന് പറയുന്നത്. അവർ സത്യമറിഞ്ഞാൽ അത് അനുസരിക്കാനായിട്ട് മനസ്സുള്ള ഒരാളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ മനസ്സുള്ള ആളാണ്. അവരിങ്ങനെ അവർ ചില ആളുകളുടെ സാക്ഷ്യം പറയുമ്പോൾ നല്ല സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞാൻ കൊലപാതകനും ഭയങ്കര കൊലപാതകനുമായി ജീവിച്ച ആളാണ്, എന്നാൽ ദൈവം എന്നെ രക്ഷിച്ചു. അപ്പം അങ്ങനെയുള്ള സാക്ഷ്യം കേൾക്കുന്നതാണ് നമുക്കൊരു രസം അല്ലേ. അങ്ങനെ ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ദോഷമൊന്നും ചെയ്ത് ഒരുപാട് ഉപദ്രവമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മര്യാദക്കാരായിട്ടൊക്കെ ജീവിച്ചിട്ട് സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വളരെ നന്ദിയോടുകൂടെ പറയാനുള്ള കാര്യം, ഞാൻ ഒരുപാട് ഉപദ്രവം ചെയ്യാതെ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ദൈവം എന്നെ അങ്ങനെ ഉപദ്രവം ചെയ്യാൻ അനുവദിച്ചില്ല. ഒരുപാട് ദോഷകരമായ പാപങ്ങൾ ചെയ്ത് ആ നിലയിൽ കുപ്രസിദ്ധനായിരിക്കുന്ന ഒരാളല്ല ഞാനതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ എം നോട്ട് എ റെനി ജോർജ്. റെനി ജോർജിൻ്റെ മാനസാന്തരം മോശമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ. ലുദിയായെ പോലെ സെക്കൻഡ് ജനറേഷനായിട്ടുള്ള ബിലീവേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ. ചിലരുടെ സാക്ഷ്യത്തിന് ശക്തിയില്ലെന്നാണ് അവർ പറയുന്നത്. അതായത് ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നു,
അതിനുശേഷം ഞാൻ ആദ്യകാലം മുതലേ അമ്മയും അപ്പനും ഒക്കെ സുവിശേഷം പറയുമായിരുന്നു. എനിക്ക് ഒരുപാട് പാപം ചെയ്യാനുള്ള സമയം അവർ തന്നില്ല. പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്തു? ഞാൻ സുവിശേഷം വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, പിന്നീട് സ്നാനപ്പെട്ടു. അങ്ങനെ ഇപ്പം കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ പറയാം, ഇതിനേക്കാൾ മെച്ചമായിരിക്കുന്ന സാക്ഷി ഇല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ അകപ്പെടുവാൻ നിങ്ങൾക്ക് ഇടവന്നില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. നിങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ദൈവം നിങ്ങളെ, ഇറ്റ് ഈസ് എ നോർമൽ കൈൻഡ് ഓഫ് എ റീജനറേഷൻ. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഉത്കൃഷ്ടമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ലുദിയായിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ സുവിശേഷം വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അവരെക്കുറിച്ച് പറയുന്നത്, അവളും കുടുംബവും സ്നാനമേറ്റു. സ്നാനമേറ്റ ശേഷം അപ്പം ഞാൻ പറയാം, നിങ്ങൾ സുവിശേഷം വിശ്വസിച്ച ആളാണ് എങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. അത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടുമെന്ന് വേണം കേട്ടോ. രക്ഷിക്കപ്പെടുന്നത് സ്നാനപ്പെടുന്നത് കൊണ്ടല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണോ? രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പം വിശ്വാസ സ്നാനം എന്നത് നമ്മളെ വിശ്വാസത്തെ പ്രസിദ്ധപ്പെടുത്താനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരമാണ്. നമ്മളെ വിശ്വാസത്തെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നത്, ഞാൻ വിശ്വസിച്ചു എന്ന് പരസ്യപ്പെടുത്തുന്നത് വിശ്വാസ സ്നാനം മുഖാന്തരമാണ്. അപ്പം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും സ്നാനപ്പെടണം. സ്നാനപ്പെടാത്ത വിശ്വാസികളെന്ന് പറയുന്നത് അത് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വിശ്വസിച്ചവരാണ് എങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും സ്നാനപ്പെടണം. അതും എഫ് ബ്രൂസ് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ പറയാം, നല്ലൊരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, an unbaptized believer, the idea of an unbaptized believer is not entertained in the New Testament. പുതിയ നിയമത്തിൽ സ്നാനപ്പെടാത്തൊരു വിശ്വാസി എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിശ്വാസികളെ നിങ്ങൾ പുതിയ നിയമത്തിൽ കണ്ടിട്ടുണ്ടോ? അവർ വിശ്വസിച്ചു, ഉടനെ തന്നെ പറയുന്നത് അവർ സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. An unbaptized believer is not entertained. The idea of an unbaptized believer is not entertained in the New Testament. പുതിയ നിയമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വിശ്വാസി എന്ന് പറയുന്ന ഈ ആശയമില്ല. വിശ്വാസികളെല്ലാവരും സ്നാനപ്പെട്ട ആളുകളാണ്. അപ്പം സ്നാനപ്പെട്ടാൽ മാത്രം പോലോട്ടോ, രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. നമ്മളുടെ സൈമൺ സാറിൻ്റെ പ്രസ്താവനയും കൂടെ അതിനോട് ചേർത്ത് പറയാതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടതാണ് എങ്കിൽ ആ സ്നാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ ഇദ്ദേഹം സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഉണങ്ങിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഇദ്ദേഹം നനഞ്ഞു. അപ്പം അത് നനഞ്ഞ പാപിയായിട്ട് മാറി. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടാൽ നിങ്ങൾ ഒരു നനഞ്ഞ പാപിയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളാണ് എങ്കിൽ സ്നാനമെന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് അനിവാര്യമായ കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസത്തെ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരമായിട്ട്, അല്ലെ അതിനുള്ള ആദ്യത്തെ പടിയായിട്ട് നമ്മൾ കാണുന്നത് സ്നാനമാണ്. അപ്പോൾ ലുദിയായുടെ ഭവനത്തിലുള്ള ആളുകളും അവരെല്ലാവരും വിശ്വസിച്ചു കേട്ടോ. നമ്മൾ വിശ്വസിച്ചാൽ നമ്മളുടെ വിശ്വാസം നമ്മളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവം ആ വിശ്വാസത്തെ വളർത്തുമെന്നുള്ളൊരു വലിയ അനുഗ്രഹം കേട്ടോ. കർത്താവിനെ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ നമ്മളുടെ വിശ്വാസം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആ വിശ്വാസത്തെ സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്. അങ്ങനെ അനുഗ്രഹീതമായ രീതിയിൽ ആ കുടുംബം ഒരു വിശ്വാസ ഭവനമായിട്ട് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ പറഞ്ഞതെന്താ ചോദിച്ചു, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കത് രസകരമായി തോന്നി. സുവിശേഷം വിശ്വസിക്കാനായിട്ട് കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. സുവിശേഷം വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ലുദിയ തൻ്റെ ഭവനം സുവിശേഷത്തിന് വേണ്ടി തുറന്നു. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരമാണ് അത് കേട്ടോ. ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്.
ജീവിതത്തിൽ വ്യതിയാനം വരാത്ത വിശ്വാസികൾ സത്യവിശ്വാസികളല്ല. ജീവിതത്തിൽ വ്യതിയാനം വരാത്ത വിശ്വാസികൾ സത്യവിശ്വാസികളല്ല. രക്ഷിക്കപ്പെട്ടതിന് ഫലമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. സൽപ്രവർത്തികൾക്കായിട്ട് യേശുക്രിസ്തുവിൽ നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. രക്ഷയും വിശ്വാസവും ഒക്കെ സൽപ്രവർത്തികൾക്കായി കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള പരിപാടിയാണ്. അവളിവളുടെ ഹൃദയം കർത്താവ് തുറന്നു. അവരവളുടെ ഭവനം സുവിശേഷത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. പറഞ്ഞു, എന്നെ നിങ്ങൾ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഭവനത്തിൽ വരണം. അതിനെക്കുറിച്ച് ഏത് കമൻറ്റേറ്റാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, അപ്പസ്തലനായ പൗലോസും കൂടെയുള്ള ആളുകൾ അവിടെ അന്നത്തെ കാലത്തെ സത്രങ്ങളിലാണ് അവർ പാർത്തതെങ്കിൽ അത് ലുദിയയുടെ വീടെന്ന് പറഞ്ഞത് ഭയങ്കര അപ്ഗ്രേഡാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടി ഞെരുങ്ങി 4 പേർക്ക് ചിലപ്പോൾ ഒരു റൂം തന്നെ കിട്ടിയെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഫിലിപ്പിയിൽ താമസിക്കുന്ന പൗലോസിനോടും തൻ്റെ കൂടെയുള്ള ആൾക്കാരോടും ലുദിയ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്ന് പാർക്കണം. അപ്പം ലുദിയയുടെ വീട് നല്ല വീടാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള വീടാണ്. എൻ്റെ കാര്യം എന്താ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫിലിപ്പിയിലെ സഭ കൂടി വന്നത് അവളുടെ വീട്ടിലാണ്. ഫിലിപ്പിയിലെ സഭ കൂടി വന്നത് ലുദിയയുടെ വീട്ടിലാണ്. അപ്പം 10-50 പേർക്ക് കൂടി വരാനുള്ള സൗകര്യമുള്ളൊരു വീടാണ്. ഇറ്റ് ഇസ് എ നൈസ് ഹൗസ്. അവർ കാശുള്ളൊരു സ്ത്രീയാണ്. അവരുടെ വീട് സുവിശേഷത്തിനും സുവിശേഷകന്മാർക്കും ദൈവത്തിന് സഭയ്ക്കും വേണ്ടി തുറന്നു കൊടുത്തു. അതാണ് ലുദിയ ശരിക്കും രക്ഷിക്കപ്പെട്ട ആളാണ് എന്നുള്ളതിന് തെളിവ്. സുവിശേഷം വിശ്വസിച്ച ആളെന്ന് പറഞ്ഞപ്പോൾ പിന്നെ രക്ഷിക്കപ്പെട്ടാന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ രക്ഷ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന കാര്യമാകട്ടെ. ഹൃദയം ചിലരുടെ തുറന്നു എന്നാണ് അവർ പറയുന്നത്. സുവിശേഷം ഹൃദയത്തെ തുറന്നു, പക്ഷെ പേഴ്സ് തുറക്കത്തില്ല. പേഴ്സ് അടഞ്ഞിരിക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, പിന്നെ കുടുംബം തുറക്കുകയില്ല. അതെന്തൊരു രക്ഷ! രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയം തുറന്നു, മനസ്സ് തുറന്നു, നമ്മളുടെ പേഴ്സ് തുറന്നു, സൗകര്യങ്ങൾ തുറന്നു, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ സുവിശേഷത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. സുവിശേഷത്തിന് പിൻബലമായി നിൽക്കുവാൻ, അതിന് മുഖാന്തരമായി പ്രവർത്തിക്കുവാൻ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുവാൻ ആ ദൈവദാസി തീരുമാനിച്ചത്. അത്ര വലിയൊരു അനുഗ്രഹമാണല്ലേ. ഫിലിപ്പിയിലെ സഭ ഇന്നും അറിയപ്പെടുന്ന ലുദിയായുടെ ഭവനത്തിലുള്ള സഭ എന്ന നിലയിലാണ് കർത്താവിനെ മാനിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെയും നമ്മളുടെ അനുഗ്രഹങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മളുടെ പേര് ദൈവത്തിൻ്റെ പരിപാടിയിൽ എഴുതി ചേർക്കുക, അല്ലെങ്കിൽ പ്രത്യേകമായൊരു ശ്രദ്ധ നൽകുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളാണത്. ലുദിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അവളുടെ ഭവനം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് തുറന്നു കൊടുത്തു. അവിടെ സുവിശേഷം പ്രസംഗിച്ചാൽ മനുഷ്യരത് വിശ്വസിക്കും. കാരണം സുവിശേഷം വിശ്വസിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആളുകളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കുന്നു എന്നതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവഹിത പ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അത് ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവഹിത പ്രകാരം നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ദൈവം അത് വിശ്വസിക്കുവാനായിട്ട് മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കും. മനുഷ്യർ സുവിശേഷം വിശ്വസിക്കുമെന്നുള്ളത് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. മൂന്നാമത് ഞാൻ പറയാൻ കഴിയുന്ന കാര്യം, ഈ വെളിച്ചപ്പാടത്തിയായിട്ട് ലക്ഷണം പറഞ്ഞു നടന്ന ഈ സഹോദരിയുടെ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് രക്ഷിക്കുന്ന മനുഷ്യർ 2 എക്സ്ട്രീം ഉദാഹരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉത്കൃഷ്ടമായ രീതിയിൽ രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ദുരിതവും ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ തന്നെ പാപവും അങ്ങനെയുള്ള ഒരുപാട് കെടുതികളും ഒന്നും അനുഭവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കൊടുത്ത വെളിച്ചമനുസരിച്ച് ജീവിച്ച് ഭക്തിയോടെ ജീവിച്ച് അവസാന സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവഭക്തിയായ സ്ത്രീയാണ് ലുദിയ. എന്നാൽ 18 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ കാണുന്ന സ്ത്രീ ഇതിൽ നിന്ന് ഘടകവിരുദ്ധമായിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവൾ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയാത്ത മനുഷ്യരില്ല
ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളില്ല എന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്ത, ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയാത്ത, ദൈവത്തിന് അറുത്ത് കളയുവാൻ കഴിയാത്ത ചങ്ങലകളും ബന്ധനങ്ങളുമില്ല എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന കാര്യം. ഈ സ്ത്രീയേക്കാളും പരിതാപകരമായ ജീവിതത്തിൽ ജീവിച്ച ആളുകൾ കുറവാട്ടോ, ഉണ്ടായതിനേക്കാളും ഉണ്ടായിരിക്കാം. എങ്കിലും ഷീസ് ഫ്രം എൻ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ബാക്ക്ഗ്രൗണ്ട്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവൾ വന്നിരിക്കുന്നത്. അവൾക്ക് പിശാച് ബാധിച്ച ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് പൈത്തോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പിശാചിനെ കുറിച്ചാണ്. ഗ്രീക്കിൽ പൈത്തോൺ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. പൈത്തോൺ എന്ന് പറയുന്ന പിശാച് ഈ ഡെൽഫി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പോളോ എന്ന് പറയുന്ന ആ ദേവൻ്റെ ഒരു ചെറിയ രൂപമാണ് എന്നാണ് പറയുന്നത്. ഡെൽഫിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഡെൽഫി എന്ന് പറയുന്നത് ഗ്രീക്കിലുള്ള വളരെ പ്രസിദ്ധമായിരിക്കുന്ന അപ്പോളോയുടെ ക്ഷേത്രം ഡെൽഫി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യർ അന്ന് പോകാൻ പറ്റുന്ന ആളുകളൊക്കെ ഡെൽഫിയിൽ ചെല്ലും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് വെളിച്ചപ്പാട്, അല്ലെങ്കിൽ ദി ഓറക്കിൾ ഓഫ് ഡെൽഫി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ കാര്യമാണ്. മനുഷ്യർ അവരെക്കുറിച്ചുള്ള ദൈവിക പരിപാടികൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെല്ലുന്ന സ്ഥലമാണ് ഡെൽഫി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ദൈവമാണ് അപ്പോളോ. അതിൻ്റെ രൂപമാണ് പൈത്തോൺ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. ഇതിൻ്റെ ഒരു ചെറിയ പിശാചാണ് ഈ സ്ത്രീയെ ബാധിച്ചിരിക്കുന്ന പിശാച് എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അവൾ ഈ പിശാച് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താ? പിശാച് ഉള്ളതുകൊണ്ട് ഗുണമുണ്ടോ? പിശാച് ഉള്ളതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ട് എന്നാ പറയുന്നത്. അവൾക്ക് ഗുണമില്ല, അതുകൊണ്ട് ചിലർക്കൊക്കെ ഗുണമുണ്ട് കേട്ടോ. പിശാചുമായിട്ടുള്ള ബന്ധത്തിലും പിശാചിനെ പരിപാടിയുമായിട്ട് ഒരുപാട് ഗുണമുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഗുണം ഇത് ഞാൻ കോട്ട് അൺകോട്ടായിട്ട് പറയുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ശരി, ഈ പൈത്തോൺ എന്ന് പറയുന്ന സാധനം ബാധിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെൽഫിയുടെ ഒരു ചെറിയ രൂപം ഇവൾക്കുണ്ട്. ഇവളും പറയും, വെളിച്ചപ്പാടത്തിയായിട്ട് ലക്ഷണം പറയും. ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നീ ഇന്നതാ ചെയ്യുന്നത്, ഇന്ന പരിപാടിയാണ്, നിനക്ക് ഇന്നതാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇവർ പറയും. അപ്പം എല്ലാവരോടും പറയാൻ ഇവളുടെ യജമാനന്മാർ സമ്മതിക്കുകയില്ല കേട്ടു. ഫീസുണ്ട്, ഫീസ് വയ്ക്കും. ഫീസ് വെച്ചതിന് ശേഷം എന്താണെന്ന് ചോദിക്കാം, ശരി ഇപ്പോൾ ആൾ വരും, എന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും, ഇത്ര കാശ് കൊടുക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ പറയാം, പൈശാചികമായിരിക്കുന്ന ബന്ധനത്തിൽ യജമാനന്മാരുടെ അടിമയായി ചൂഷണത്തിന് വിധേയപ്പെട്ട് ജീവിതത്തിൽ പ്രതീക്ഷയോ പ്രത്യാശയോ ഒന്നുമില്ലാതെ ബന്ധനത്തിന് അടിമപ്പെട്ട് പൈശാചികമായിരിക്കുന്ന ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞു, ഫിലിപ്പിയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു കാണും കേട്ടോ. ഫിലിപ്പിയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു കാണും. എന്നാൽ ലൂക്കോസ് ഈ രണ്ട് പ്രത്യേക സംഭവങ്ങളാണ് തിരഞ്ഞെടുത്ത് തൻ്റെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയത്. ഈ രണ്ട് സംഭവങ്ങളാണ് ലൂക്കോസ് തിരഞ്ഞെടുത്ത് തൻ്റെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത് രണ്ട് നിലയിലുള്ള, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ സുവിശേഷം ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെടുത്തിയ ആളുകൾക്ക് ബാധകമാണ് എന്ന് തെളിയിക്കാനായിട്ടാണ് ലൂക്കോസ് അത് പറയുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് ശരിയായ ഒരു കാര്യമാണ്. ഗോഡ് ക്യാൻ സേവ് എനിബഡി. സുവിശേഷം വിശ്വസിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏത് മനുഷ്യർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കും. പിന്നെ സുവിശേഷത്തിൻ്റെ ശക്തിക്ക് വിധേയപ്പെട്ടാൽ ഏത് ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. കർത്താവിന് തകർക്കാൻ കഴിയാത്തൊരു ചങ്ങലയില്ല, കർത്താവിന് തുറക്കാൻ കഴിയാത്തൊരു വാതിലില്ല, കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമില്ല. അത് ദൈവമക്കൾ ഉറപ്പായി വിശ്വസിക്കേണ്ട കാര്യമാണ്. എളുപ്പമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ പൊട്ടിപ്പോകുന്നൊന്നും വിചാരിക്കണ്ട. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ശിംശോന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ചങ്ങല പോലെ അല്ലേ. ശിംശോനെ ഫെലിസ്തീനിതാന്ന് പറയുന്ന ഉടനെ അത് പറയുന്നത് തീങ്കൽ ചണനൂല് പോലെ അല്ലേ, പൊട്ടിപ്പോയി എന്നാ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം വിടുതലിൻ്റെ ദൈവമാണ്, വിമോചനത്തിൻ്റെ ദൈവമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണ്. അപ്പം ഈ പിശാച് ബാധിച്ച ഇവളെ കൊണ്ട് ഒരുപാട്
സാമ്പത്തിക നേട്ടം ഇവിടെ യജമാനന്മാർക്കുണ്ടായിരുന്നു. അത് ഞാനൊരു പ്രസ്താവനയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആരെയും രക്ഷിക്കുവാൻ പര്യാപ്ത കഴിവുള്ള ദൈവമാണെന്നുള്ളതാണ് എൻ്റെ മെയിൻ പ്രസ്താവനയെങ്കിലും ഞാനൊരു ചെയ്ത് പറയാം. ഒരു ആത്മീക പരിപാടി, ഇത് അവരാത്മീയമായിട്ടാണ് ഇവർ കൊണ്ടു നടന്നു കേട്ടോ. ആത്മീക പരിപാടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അത് പൈശാചികമാണ് എന്ന് ഉറപ്പാക്കിക്കോണം. ഒരു ആത്മീക പരിപാടിയുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടമാണ് എങ്കിൽ അത് പൈശാചികമായ പരിപാടിയാണ്. ഒരു പരിപാടി ദൈവികമാണോ പൈശാചികമാണോ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം ഞാൻ പറയാം. ഈ പരിപാടിയുടെ ലക്ഷ്യം ധനസമ്പാദനമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങൾ ഓടിക്കോണം. അത് പൈശാചിക പരിപാടിയാണ്, അത് ദൈവിക പരിപാടിയല്ല. ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഇവർക്ക് ഭയങ്കര സാമ്പത്തിക നേട്ടമാണ്. ഞാൻ പറയാം, ലോകത്തിലുള്ള മതങ്ങളുടെയൊക്കെ ലക്ഷ്യം ഈ പറഞ്ഞ പരിപാടി തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാം. പള്ളികളിൽ കുരിശുമൂട് ഇല്ലാത്ത പള്ളി എവിടെയാണ് ഉള്ളത്? കാണിക്കയില്ലാത്ത സംരംഭങ്ങളും സംവിധാനങ്ങളും എവിടെയാണുള്ളത്? ബോബി ജോർജ് സഹോദരൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സഹോദരൻ പറഞ്ഞ പ്രസ്താവന പിന്നെ പറയുക. കുരിശ് കൃഷി കരിമ്പ് കൃഷിയേക്കാളും ലാഭകരമാണ്. കുരിശ് കൃഷി, ഒരു കുരിശ് നാട്ടിയാൽ കരിമ്പ് നടുന്നതിനേക്കാളും നല്ലതല്ലയോ? അതിന് ചുറ്റും ഒരു കാണിക്കൊക്കെ ഒരു പെട്ടിയും വെച്ചേച്ചാൽ മതി. ദൈവമേ, കുരിശ് കൃഷി കരിമ്പ് കൃഷിയേക്കാൾ ലാഭകരമായിരിക്കുന്ന വ്യവസായമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വ്യവസായത്തിൻ്റെ ഉദ്ദേശ്യം സാമ്പത്തിക നേട്ടമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് പൈശാചികമാണ്. മനുഷ്യനെ വിറ്റ് കാശുണ്ടാക്കി അവരെ പേടിപ്പിച്ച് അവരെ പ്രലോഭിപ്പിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും അത് പൈശാചികമായിരിക്കുന്ന ക്രമീകരണങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നിട്ട് ഇവളെക്കുറിച്ച് ഇവൾ പറഞ്ഞ കാര്യം പറഞ്ഞ ഒരു നല്ല കാര്യമല്ലയോ പറഞ്ഞേ? ഇവർ പറഞ്ഞെന്താ പറഞ്ഞേ ഈ സ്ത്രീയെ? എൻ്റെ കർത്താവേ, എനിക്കിഷ്ടപ്പെട്ടു ഇവൾ പറഞ്ഞ കാര്യം. അവളെന്താ പറഞ്ഞേ? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. എൻ്റെ കർത്താവേ, എന്തൊരു നല്ല സാക്ഷ്യമായില്ലയോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിൽ അപകടമുണ്ട് കേട്ടോ. ഇതിൽ അപകടം പതിയിരിപ്പുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കോണ്ടക്ച്വലൈസേഷൻ ആൻഡ് സിൻക്രറ്റിസം എന്നുള്ള 2 വാക്ക് ഉപയോഗിച്ചല്ലോ. അപ്പം ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ സുവിശേഷ ഘോഷണത്തിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്തണം എന്നതാണ് ഞാൻ കോണ്ടക്ച്വലൈസേഷൻ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ സിൻക്രറ്റിസം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിന് നിർമ്മലതയെ മലിനപ്പെടുത്താനായിട്ട് ദൈവഹിതത്തിന് ദൈവവചനത്തിന് വിരുദ്ധമായ ആശയങ്ങളെ നമ്മൾ സന്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ സിൻക്രറ്റിസം എന്ന് പറയുന്നതായിരിക്കുന്ന പരിപാടി. സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ മലിനപ്പെടുത്താനായിട്ട് ജാതീയമായ പൈശാചികമായിരിക്കുന്ന ഈ ആശയങ്ങളെ മലിനപ്പെടുത്തുന്നതാണ് ഈ സിൻക്രറ്റിസം എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വിജയം എന്താണെന്നറിയാമോ? ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വിജയം എന്തുവാ? ഡ്യൂപ്ലിക്കേറ്റ് എത്രത്തോളം ഒറിജിനലിനോട് സാമ്യമുള്ളതാണോ അതാണ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വിജയത. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയണം കേട്ടോ. അപ്പം ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ ഏതാണ്ട് ഒറിജിനലിനെ പോലെ ഉണ്ട് കേട്ടോ, അല്ലേ? പറഞ്ഞപ്പോൾ ഒറിജിനലിനോട് ഏതാണ്ട് ചേരുന്ന വളരെ സാമ്യമുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ അവർക്കും ഈ കേട്ടവർക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ അപ്പോളോ, അതാണ് അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത്, അതാണ്. പിന്നെ അപ്പം പറഞ്ഞു, ഇവരും നമ്മളും ഒന്ന് തന്നെയാണ്, ഒന്നും ഒരു വ്യത്യാസമില്ല. അവർ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പറയുന്നു. ഇവർ അത്യുന്നതനായ അപ്പോളോ എന്ന് പറയുന്നതായിരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ അപ്പോളോയും രക്ഷയെക്കുറിച്ചൊക്കെ പറയണില്ലയോ, അത് തന്നെയാണ് ഇവരും പറയണത്. അയ്യോ, ഇത് പിശാചാകട്ടോ, പിശാചാണ്. സുവിശേഷത്തിൻ്റെ നിർമ്മലതയെ നഷ്ടപ്പെടുത്തി സുവിശേഷമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ സുവിശേഷ സന്ദേശം എന്ന നിലയിൽ പറയുന്ന പരിപാടി സാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇവരങ്ങ് ഞാനായിരുന്നെങ്കിൽ ഒന്നും മിണ്ടണ്ടാടാ, മിണ്ടണ്ട. ഇവർ പറയുന്നത് ഏതാണ്ടൊക്കെ
നമുക്ക് പറ്റുന്ന രീതിയിലാണ് എന്ന് പറയാനുള്ളതായിരിക്കും സാധ്യതയുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത് പൗലോസിന് കോപം വരാനുള്ള ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. രണ്ടാമത് ഞാൻ പറയാം, പിശാചിന് ദൈവത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടോ? ഉണ്ടോ? സുവിശേഷം പറയുകയാണ്. ആരാ പറയുന്നത്? പിശാചാ പറയുന്നത്. ഞാൻ പറയാം അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസിന് എൻ്റെ തീരുമാനം ഞാൻ പറയാം. യേശു ക്രിസ്തു കർത്താവെന്ന് പറയുന്നവൻ സകല അനീതിയും വിട്ട് ഒഴിഞ്ഞുകൊള്ളട്ടെ എന്നാകുന്നു എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. സുവിശേഷം പറയാനായിട്ട് ദൈവമക്കൾക്കേ അവകാശമുള്ളൂ. അത് പറയാനായിട്ട് പിശാചിന് അനുവാദമില്ല കേട്ടോ. നിങ്ങൾ സുവിശേഷം പറയുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസികളായിരിക്കണം. സുവിശേഷത്തിനനുസൃതമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനസ്സുള്ള ആളുകളായിരിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല സുവിശേഷം. പിന്നെ എഫേസോസിൽ വരുന്ന ഉടനെ വേറെ ചില അണ്ണന്മാർ പറഞ്ഞ കാര്യം നമുക്കറിയാം അല്ലേ. സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ, മഹാപുരോഹിതൻ്റെ മക്കൾ അവർ പിശാചിനെ ഒഴിപ്പിക്കുകയാണ്. ഉടനെ അവസരത്തിൽ പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു പോവുക. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ, ഇവർ പറയുന്ന വേലയിറക്കിനേക്കാളും ഒക്കെ ശക്തമായിട്ട് നിൽക്കുന്ന പൗലോസ് പറയുന്ന യേശുവിൻ്റെ കാര്യം പറഞ്ഞാലാണ് പിശാച് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ പിശാച് തിരിച്ച് ചോദിച്ചു, പൗലോസിനെ അറിയാം, പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിനെ അറിയാം, നിങ്ങളാരാ? ഹു ആർ യു? എന്നിട്ട് പിശാച് കയറിയവന്മാരെ ആട്ടിച്ച് അവരുടെ വസ്ത്രമെല്ലാം കൂടെ വലിച്ച് കീറി അവർ വീട്ടിൽ നിന്ന് നഗ്നരായി ഓടിപ്പോയി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, വെൻ വി ടേക്ക് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് വി നീഡ് ടു ബി ക്രൈസ്റ്റ് പീപ്പിൾ. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്ന നമുക്ക് കർത്താവിനോടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധവും ദൈവിക നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും ആവശ്യമാണ്. അത് തന്നെയാണ് ദൈവത്തിന് വചനം നമ്മളോട് പറയുന്നത്. ഏതായാലും ശരി, പൗലോസ് മുഷിഞ്ഞിട്ട് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന് ദാസന്മാർ രക്ഷാമാരെന്ന് അറിയിക്കുന്നവരെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, അവളുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന, പൈശാചികമായിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ചു കളയുന്ന, മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ വരുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. അതാണ് യേശു ക്രിസ്തു എന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അപ്പസ്തലൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിന് അഴിക്കുവാൻ കഴിയാത്ത കെട്ടുകളില്ല, കർത്താവിന് പൊട്ടിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളില്ല, കർത്താവിന് വിടുവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളില്ല. നമ്മൾ ഏത് ജീവിതത്തിൻ്റെ സാഹചര്യമായിരുന്നാലും അതിൽ നിന്ന് വിടുവിച്ച് രക്ഷിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ, സ്വാതന്ത്ര്യം അനുഭവിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത കുഴികളില്ല. There is no pit that God cannot reach. കർത്താവിന് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളില്ല, ബന്ധനങ്ങളില്ല, പ്രതിസന്ധികളില്ല. അവയിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ, ദൈവവചനത്തെ ഉൾക്കൊള്ളുവാൻ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യവും ദൈവം നൽകുന്ന വിമോചനവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നതാണ് ഞാൻ മൂന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ടു എക്സ്ട്രീംസ്, ലുദിയ ഓൺ വൺ സൈഡ് ആൻഡ് ദിസ് പൂവർ ലേഡി ഓൺ ദി അതർ സൈഡ്. എവിടെയായിരുന്നാലും രക്ഷിക്കപ്പെടുവാൻ സുവിശേഷത്തിലുള്ള വിശ്വാസം മതിയായ കാര്യമാണ്. കർത്താവിന് നമ്മളെ വിടുവിക്കുവാൻ കഴിയും, രക്ഷിക്കുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവഗത പ്രകാരമുള്ള ജീവിതവും പ്രവർത്തനവും എളുപ്പമല്ല, അത് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പൗലോസിൻ്റെയും കൂടെയുള്ള സഹോദരങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് ദൈവത്തിൻ്റെ ഭയത്തിൽ തികയ്ക്കാം. അതിനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, മനസ്സ് വയ്ക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സുവിശേഷം വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം.
സ്വാതന്ത്ര്യമാക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ലുദിയായെ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നവർക്കും അല്ല, ഈ ദയനീയ പരിതസ്ഥിതിയിൽ നിന്ന് വന്ന ഈ സഹോദരിയെ പോലെയുള്ള ആളുകൾക്കും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ കഴിയും എന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന, ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന, ബന്ധനങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്ന, സ്വാതന്ത്ര്യം വരുത്തുന്ന ദൈവകൃപയ്ക്കായി, സുവിശേഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ആ സ്വാതന്ത്ര്യവും വിജയവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.